രാഹുൽ ഗാന്ധിയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷത. ആ സ്വഭാവ സവിശേഷത അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. തൻ്റെ കൂടെയുള്ളവർക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ അവർക്ക് തണലായി നിൽക്കുന്ന ഒരു മുഖം നമ്മൾ പലപ്പോഴുമായി രാഹുൽ ഗാന്ധിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മുഖമാണ് ഇന്നലെ തെലങ്കാനയിലെ ഹുസൂർ നഗറിൽ വെച്ച് കാണാനിടയായത്. തൻ്റെ പ്രവർത്തകരെ പോലീസ് ക്രൂരമായി തല്ലിച്ചതിക്കുമ്പോൾ അവരെ തൊട്ടുപോകരുതെന്നും ഞാൻ അവരെ കാണാൻ വേണ്ടിയാണ് വന്നതെന്നും പറഞ്ഞ് രാഹുൽ അവരിലേക്ക് ഓടിക്കേറുകയായിരുന്നു. തനിക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ മറന്നുകൊണ്ട് പ്രവർത്തകരിലേക്ക് ഇറങ്ങിച്ചെന്ന രാഹുൽ ഗാന്ധിയെ എല്ലാവരും സ്വീകരിച്ചു. പോലീസ് ലാത്തിവീശൽ നിർത്തിയിട്ട് മാറി നിന്നു. ഒടുവിൽ ജനങ്ങളൊക്കെ ഒന്നാകെ രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയായിരുന്നു തെലങ്കാനയിലെ ഹുസൂർ നഗറിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതായത് പോലീസ് അവരെ ലാത്തി വീശി ക്രൂരമായി മർദ്ദിക്കുന്നു. പക്ഷേ സുരക്ഷാ വലയങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള സമയത്ത് രാഹുൽ ഗാന്ധി അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയും അവിടെയുള്ള എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. നേതാക്കളും പ്രവർത്തകരും പോലീസുകാരും ഒക്കെ അത്ഭുതപ്പെട്ടു പോയി. ഒടുവിൽ പ്രവർത്തകരെ തല്ലുന്നതിൽ നിന്നും പോലീസ് മാറി നിന്നതോടുകൂടി രാഹുൽ ഗാന്ധി പ്രവർത്തകരിലേക്ക് കടന്നു വന്നു. പ്രവർത്തകർ ആർപ്പ് വിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയിലേക്ക് കടന്നു വരുമ്പോൾ സുരക്ഷാ സേനകൾ രാഹുൽ ഗാന്ധിക്ക് വലയം വെച്ചുകൊണ്ട് അത് തടയുകയുണ്ടായി. കാരണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണങ്ങൾ ആരുടെയെങ്കിലും പക്കൽ നിന്ന് വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കായിരിക്കും. അതുകൊണ്ടാണ് അവർ വലയം വെച്ച് അവിടെ നിന്നത്. ഒടുവിൽ ജനങ്ങളെ പ്രവർത്തകരെ അഭിമുഖീകരിച്ച് സംസാരിച്ചതിന് ശേഷമായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ നിന്നും മടങ്ങിയത്. തെലങ്കാനയിലെ ഹുസൂർ നഗറിലെ ആ പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ രാഹുൽ ഗാന്ധി നടന്നു വരുന്ന വഴിയിലാണ്, അതായത് പരിപാടി കഴിഞ്ഞ ജനങ്ങളിലേക്ക് നടന്നു വരുന്ന വഴിയിലായിരുന്നു ഈ സംഭവം നടന്നത്. പരിപാടി കഴിഞ്ഞ് രാഹുൽ മടങ്ങുന്ന സമയത്തായിരുന്നു പ്രവർത്തകർ രാഹുലിനെ കണ്ട് ആർപ്പ് വിളിച്ച് മുന്നോട്ട് വരാൻ ശ്രമിച്ചത്. ഈ സമയത്തായിരുന്നു പോലീസ് ലാത്തി വീശി ക്രൂരമായി മർദ്ദിച്ചത് എന്ന് വേണം പറയാൻ. ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Monster.